ഭീകരതയെ അന്തസ്സില്ലാത്ത രാഷ്ട്രീയത്തിന് ഇന്ത്യ മുന്നണി ഉപയോഗിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൂൺ 4-ന് ഒഡീഷയിലെ ബിജു ജനതാദൾ സർക്കാരിന്റെ അവസാന ദിനമായിരിക്കും. ജൂൺ 10-ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഒഡീഷയിലെ ജനതയെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഐസൻ ജോസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ ജോസ്, ഈ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്ന് ഒഡീഷയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് ജനങ്ങളെ ഈ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കുക കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മനു, വളരെ ആത്മവിശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രി തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുഴുവൻ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കൃത്യമായ ഇടപെടൽ നടത്തുമ്പോൾ തന്നെ വളരെ കൃത്യമായി പ്രധാനമന്ത്രി ആത്മവിശ്വാസത്തോടെ തന്നെയാണ് എല്ലാ പ്രതികരണങ്ങളും നടത്തുന്നത്. അതിൻ്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഒറീസയിലെ ബർഹാംപൂരിൽ നടക്കുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി ജൂൺ 4-ന് ബിജു ജനതാദൾ സർക്കാരിൻ്റെ അന്തിമ ദിവസമാണ്. ആ ദിവസം കഴിഞ്ഞാൽ 10-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. അന്ന് മുഖ്യമന്ത്രി ആരെന്ന് 4-ാം തീയതി തന്നെ NDA മുഖ്യമന്ത്രി ആരെന്ന് 4-ാം തീയതി തന്നെ അറിയാൻ സാധിക്കുമെന്നെല്ലാം തന്നെ പ്രധാനമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു ഘടകം. മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം ഇന്നും, അതായത് തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ വേളകളിലും പ്രധാനമന്ത്രി ആവർത്തിച്ച ഒരു വസ്തുതയുണ്ട്. അതായത് ഈ ഭീകരതയ്ക്കെതിരായ നിലപാടുകൾ ശക്തമാക്കുമ്പോൾ ഇന്ത്യ മുന്നണി ഭീകരതയ്ക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന ഒരു വിമർശനമാണ് നടത്തുന്നത്. സ്വാഭാവികമായും തേജസ്വിനി യാദവ് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ നടത്തിയ ആ പരാമർശങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വീണ്ടും സൂചിപ്പിക്കുന്നത്. കാരണം ഭീകരതയെ അനുകൂലിക്കുന്ന നിലപാട്, എന്തിന് ഭീകരതയെ അനുകൂലിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പ്രധാനമന്ത്രി ഈ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളായി. അതായത് ഈ മൈനോറിറ്റി അപ്പീസ്മെൻ്റ് അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി ആ ന്യൂനപക്ഷങ്ങളുടെ അനുകൂല നിലപാട് അല്ലെങ്കിൽ അവരോട് പ്രീണന നയം സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഭീകരതയോട് ഒരു സമവായം അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തേണ്ടി വരുന്നു. ആ ധാരണയിലെത്തേണ്ട ഒരു സാഹചര്യം കൊണ്ടാണ് ഭീകരതയെ പിന്തുണയ്ക്കേണ്ടി വരുന്നത് എന്നും പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു. ഭീകരത പിന്താങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ആ ന്യൂനപക്ഷ പിന്തുണ അതൊരു വോട്ട് ബാങ്കായി പ്രയോജനപ്പെടുത്തി സാങ്കേതിക ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന നീക്കങ്ങൾക്ക് ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുന്നു എന്ന അതിരൂക്ഷമായ വിമർശനമാണ് പ്രധാനമന്ത്രി ഇന്നും ഉന്നയിച്ചത്. തുടർച്ചയായ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ഒരാഴ്ച മുഴുവനുള്ള പ്രധാനമന്ത്രിയുടെ പ്രചരണ യോഗങ്ങളും എല്ലാം തന്നെ നമ്മൾ നോക്കിയാൽ കൃത്യമായി കാണാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഈ ന്യൂനപക്ഷ പ്രീണന നയവും അത് ഭീകരതയ്ക്ക് വളം വയ്ക്കുന്ന രീതിയും സംബന്ധിച്ച വിഷയങ്ങളായിരുന്നു. അത് പാകിസ്ഥാൻ്റെ ഇടപെടലെല്ലാം സംബന്ധിച്ച വളരെ കൃത്യമായ നിലപാടുകൾ ഭീകരതയ്ക്കെതിരെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വേളകളിൽ തുടർച്ചയായി പറയുകയും ചെയ്യുന്നുണ്ട്. അനു, തീർച്ചയായും മൈസൺ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. എന്തായാലും ഭീകരതയെ ഈ തരം താണ് അല്ലെങ്കിൽ അന്തസ്സില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക്, വാഗ്വാദങ്ങൾക്ക് ഇന്ത്യ മുന്നണി ഉപയോഗിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളായിരുന്നു ഇന്ന് ഹൈലൈറ്റ്. മാത്രമല്ല, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒഡീഷയിലെ ഭരണമാറ്റം, സംസ്ഥാനത്തെ ഭരണമാറ്റം, അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം മനസ്സിലാക്കി ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എപ്രകാരമായിരിക്കും ഒഡീഷയിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുക എന്നും അദ്ദേഹം വിവരിക്കേണ്ടായി. തീർച്ചയായും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ആ ആശയം തന്നെ കഴിഞ്ഞ വർഷം തന്നെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊരു ആശയം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സംസ്ഥാനത്തും അതുപോലെ തന്നെ കേന്ദ്രത്തിലും ഒരേ സർക്കാർ, NDA സർക്കാർ ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ഇരുപക്ഷങ്ങൾക്കും പരാതികളില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നതിനും സാധിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, പല കേന്ദ്ര പദ്ധതികളും സംസ്ഥാനങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും സ്വീകരിച്ചാൽ തന്നെ അത് അട്ടിമറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും അത്തരത്തിലുള്ള നിരവധി പരാതികൾ കേരളത്തെക്കുറിച്ച് പോലും ഉന്നയിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും അതിനൊരു പരിഹാരമാണ് ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ആ ഒരു ആശയം കൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുമ്പോൾ വികസനം കൃത്യമായി ഉണ്ടാകുക, കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ വികസന രംഗത്ത് വൻ മുന്നേറ്റം നടത്തുക എന്ന ഒരു ആശയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ കാര്യക്ഷമമായി നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ നേട്ടമുണ്ടാവുകയും ആ സംസ്ഥാനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് സംസ്ഥാന സർക്കാർ, ആ BJP ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ NDA ഭരിക്കുന്ന സർക്കാർ തന്നെയാവുകയാണെങ്കിൽ അതിൻ്റെ നേട്ടം ജനങ്ങളിലേക്ക് കാര്യക്ഷമമായും പൂർണ്ണമായും എത്തുകയും ചെയ്യുമെന്ന ഒരു ആശയം തന്നെയാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ആശയം കൊണ്ട് വളരെ കൃത്യമായി പ്രധാനമന്ത്രിയും BJPയും മുന്നോട്ട് വയ്ക്കുന്നത്. തുടർച്ചയായി ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേന്ദ്രത്തിലും തങ്ങളുടെ സംസ്ഥാനത്തിലും BJP നയിക്കുന്ന NDA ഭരിക്കുന്ന സർക്കാർ എന്നത് വികസനത്തിൻ്റെ ഒരു ആശയവും വികസനത്തിൻ്റെ ഒരു വഴിയുമായി തന്നെയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിലുടനീളം മുന്നോട്ട് വയ്ക്കുന്നത്. ശരി.